ഉപ്പൂറ്റി വേദന ഇന്നത് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ആവട്ടെ ഒരേപോലെ പറയുന്നൊരു മെയിൻ പ്രശ്നമാണ്. ചിലപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടാവാം ഈ ഒരു ബുദ്ധിമുട്ട് നമ്മളെ അഫക്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ ഒരു ഉപ്പൂറ്റി വേദന ഇന്നത്തെ ഈ ഒരു ജനറേഷനെ ബാധിക്കുന്നത്? പണ്ട് കാലങ്ങളിലൊന്നും ഇത്തരം പ്രശ്നങ്ങൾ ആരും തന്നെ പറഞ്ഞു കേട്ടിട്ടില്ല. ഈ ഒരു ജനറേഷനെ മാത്രം അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ടൈമിങ്ങിൽ മാത്രം ഇത് ആളുകളെ അഫക്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. നമുക്കറിയാം, നമ്മുടെ പാദം എന്ന് പറയുമ്പം ഒത്തിരി എല്ലുകൾ കൂടിച്ചേർന്നിട്ടുള്ളതാണ്. ഒത്തിരി ഫേഷ്യ അല്ലെങ്കിൽ മസിൽസ് അല്ലെങ്കിൽ പേശികൾ കൂടിച്ചേർന്നിട്ടുള്ളതാണ്. ഈ എല്ലുകളെയും അതേപോലെ തന്നെ പേശികളെയും കണക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ ഫൈബർ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അതായത് ടെൻഡോൺസും ലിഗമെൻസും ചേർന്നിട്ടുള്ളതാണ്. അപ്പം ഈ മസിൽസ് അല്ലെങ്കിൽ ഈ ഒരു ബോൺസ് അല്ലെങ്കിൽ ഈ ഒരു ഫേഷ്യാസ്, ഈ ടെൻഡൻസ്, ലിഗമെൻസ്, ഈ ഒരു സ്ട്രക്ചേഴ്സിന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം വേദനകൾ അനുഭവപ്പെടുന്നത്. ഇന്ന് ഒത്തിരി പേര് പറയുന്നത് ഉപ്പൂറ്റി വേദന രാവിലെയാണ് വർദ്ധിക്കുന്നതെന്ന്. അതായത് രാവിലെ നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടനെ നമ്മൾ ഫ്ലോറിൽ കാല് വെക്കുമ്പോഴാണ് വേദന വർദ്ധിച്ചു വരുന്നത്. നമ്മളൊന്ന് നടന്നു കഴിഞ്ഞാൽ വേദന സബ്സൈഡ് ചെയ്യും, അതായത് വേദന കുറഞ്ഞു പോകും. ഇതെന്തുകൊണ്ടാണ് രാവിലെ മാത്രം ഇങ്ങനെ വർദ്ധിക്കുന്നത്? അതിപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ പറയുന്നുണ്ട്. അതായത് നമ്മൾ റെസ്റ്റിംഗ് പൊസിഷൻ, നമ്മുടെ രാത്രി കിടന്ന ആ ഒരു പൊസിഷൻ എന്ന് പറയുമ്പം നമ്മളെ ബോഡിയിലെ എല്ലാ പാർട്സും ഒരു റിലാക്സ്ഡ് സ്റ്റേജ് ആയിരിക്കും. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, പാദമാണെങ്കിൽ ഈ പാദത്തിൻ്റെ അടിയിലായിട്ട് ചെറിയ രീതിയിലുള്ള ഫേഷ്യാസ് ഉണ്ട്. പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നു. പ്ലാന്റാർ ഫേഷ്യ, പ്ലാന്റാർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ പാദത്തിൻ്റെ അടിഭാഗത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഫേഷ്യ എന്ന് പറയുമ്പോൾ എന്താ? മസിൽസ് അല്ലെങ്കിൽ പേശികളെ സൂചിപ്പിക്കുന്നു. അപ്പം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഈ പേശികൾക്കോ ഈ ഫേഷ്യാസിനോ എന്തെങ്കിലും ക്ഷതം സംഭവിക്കുമ്പോഴാണല്ലോ ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. അതായത് ഈ പ്ലാന്റാർ ഫേഷ്യയ്ക്ക് നീർക്കെട്ട് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലാന്റാർ ഫേഷ്യൈറ്റിസ് എന്ന കണ്ടീഷൻ വന്നപ്പോഴാണ് നമുക്ക് ഇത്തരം ഉപ്പൂറ്റി വേദന അനുഭവപ്പെടുന്നത്. അതായത് പാദത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. അതായത് രാവിലെ ആയിരിക്കും വർദ്ധിച്ചു വരുന്നത്. രാവിലെ വർദ്ധിച്ചു വരിക എന്ന് പറയുമ്പം നമ്മുടെ ആ ഒരു സ്ലീപ്പ് പൊസിഷൻ ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു റെസ്റ്റിംഗ് പീരീഡിൽ എല്ലാ ഫേഷ്യാസും എല്ലാ മസിൽസും ഒരു റിലാക്സ്ഡ് സ്റ്റേജ് ആയിരിക്കാം. ഈ ഒരു ഇൻഫെക്റ്റഡ് ഏരിയാസിലുള്ള മസിൽസ് ആയാലും ഒരു റെസ്റ്റിംഗ് സ്റ്റേജ് ആയിരിക്കാം. അതായത് ഒരു ചുരുങ്ങിയ ഒരു അവസ്ഥയായിരിക്കാം. അതായത് ആ മസിൽസ് എല്ലാം ഒരു സൈഡിലേക്ക് ചുരുങ്ങിയിരിക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേക്കും ഉടനെ തന്നെ ബോഡിക്ക് മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നു. അപ്പം നമ്മൾ ബ്രെയിനിലേക്ക് ആ ഒരു സിഗ്നൽസ് പോകുന്നു. ഈ ഒരു മൂവ്മെൻറ്റ്സ് പെട്ടെന്ന് നമുക്ക് ബോഡിക്ക് വന്നിട്ടുണ്ട്, നമ്മൾ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നുള്ള ആ ഒരു ബ്രെയിൻ ഒരു സിഗ്നൽസ് കിട്ടുന്നു. അപ്പോഴാണ് ആ ഒരു ഫേഷ്യാസ് എല്ലാം വലിഞ്ഞു മുറുകുന്നത്. ഈ ഒരു ഭാഗത്തുള്ള ഫേഷ്യാസ് എല്ലാം വലിഞ്ഞു മുറുകി ആ ഒരു റെസ്റ്റിംഗ് സ്റ്റേജിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആ ബോഡി നമ്മുടെ ആ ഒരു മസിൽസ് റിയാക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത് രാവിലെ വർദ്ധിച്ചു വരുന്നത്. ഒന്ന് നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു മൂവ്മെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെയും അതിൻ്റെ ആ ഒരു ഒറിജിനൽ പൊസിഷനിലേക്ക് വരുന്നു. അപ്പോൾ ആ ഒരു സിഗ്നൽസിൽ ഉണ്ടാവുന്ന ഒരു ഇൻകോർഡിനേഷൻ, പെട്ടെന്ന് നമ്മളെ ബോഡിക്ക് ഒരു റിയാക്ഷൻസ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ചസ് കൊണ്ടാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. ഇതാണ് നോർമലി നമ്മളെ ബോഡിയിൽ നടക്കുന്ന ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. പക്ഷേ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു ഉപ്പൂറ്റി വേദന വരാം. പ്രധാനമായിട്ടും അമിതവണ്ണം. നമുക്കറിയാം, നമ്മളെ ബോഡി വെയിറ്റ് താങ്ങി നിർത്തുന്നത് നമ്മളെ ജോയിൻസ് ആണ്. നമ്മുടെ പാദത്തിലുള്ള ആ ഒരു പ്രഷർ കാരണമാണ് നമ്മളെ ബോഡി വെയിറ്റ് നമ്മൾ താങ്ങി നിർത്തുന്നത്. ഒരു ബോഡി വെയിറ്റ്, അതായത് നമ്മളെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഹൈറ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അതായത് നമ്മുടെ വെയിറ്റും ഹൈറ്റും ഒരേപോലെ പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ഹൈറ്റ് ഒരു 165 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒരു 60 kg അല്ലെങ്കിൽ ഒരു 65 kg മാത്രമേ നമുക്ക് ബോഡി വെയിറ്റ് പാടുള്ളൂ. അപ്പോൾ ബോഡി വെയിറ്റ് അമിതമായി കഴിഞ്ഞാലും ഈ ഒരു പാദത്തിലേക്ക് കൂടുതലായിട്ടും പ്രഷർ രൂപപ്പെടുന്നു. അതായത് ഓവറായിട്ടുള്ള മർദ്ദം കാരണം ആ ഫേഷ്യാസിനും അല്ലെങ്കിൽ ആ മസിൽസിനും ഒക്കെ നീർക്കെട്ട് അനുഭവപ്പെടുന്നു. അതിനെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് പ്ലാന്റാർ ഫേഷ്യൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അമിതവണ്ണം ഉണ്ടെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ രൂപപ്പെടാം.
അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് എന്താ, ഒരു 40-30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളിൽ ഏറ്റവും അധികം കാണപ്പെടുന്നതാണ് വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ. റുമാറ്റോഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലത്തെ സന്ധിവാത രോഗങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു ഉപ്പൂറ്റീൻ്റെ ഭാഗത്ത് വേദന അനുഭവപ്പെടാം. ഇതിപ്പോൾ ഒരു ഉപ്പൂറ്റീൻ്റെ ഭാഗത്ത് മാത്രമായിരിക്കില്ല, അവർക്ക് ഓരോ ജോയിൻസും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു സ്റ്റിഫ്നെസ് അനുഭവപ്പെടാം. അതിൻ്റെ ഒരു പ്രശ്നം എന്താണ്, അതായത് നമ്മുടെ ജോയിൻസിനെല്ലാം ഒരു തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജോയിൻസിന് നീർക്കെട്ട് സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഓരോ ശരീരഭാഗങ്ങളിലും വേദന അനുഭവപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്, അൺകൺട്രോൾഡ് ഡയബറ്റിസ്. അതായത് പ്രമേഹം നിങ്ങൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ ബോഡി പാർട്സിൽ നിന്നും നമുക്ക് വേദന അനുഭവപ്പെടാം. നമുക്കറിയാം, നമ്മളെ വീട്ടിലുള്ള പ്രായമായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നതാണ്, കാലും കൈയൊക്കെ ഭയങ്കര കടച്ചിലുണ്ട്, നടക്കാൻ ഒട്ടും വയ്യ, വേദന അനുഭവപ്പെടുന്നുണ്ട്, കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെയൊക്കെ റീസൺസ് എന്താണ്, നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ഹൈ ആയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്കറിയാം, യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ്. പക്ഷേ അതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലും അതിന് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അത് ഓരോ ജോയിൻസിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് അത് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പം അതിൻ്റെ ഫങ്ഷൻസ് അവിടെ കൃത്യമായിട്ട് നടക്കുന്നില്ല, അത് യൂറിനിലൂടെ പാസ് ഔട്ട് ചെയ്ത് പോകുന്നില്ല. അതായത് കൂടുതലായിട്ടും പ്രോട്ടീൻ മെറ്റബോളിസം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നു. അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ടാണ് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും, നമ്മുടെ ഓരോ തള്ളവിരലിലും ചെറുവിരലിലും ഒക്കെ ചുറ്റുമായിട്ട് ഇത് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അതിപ്പോൾ നമ്മുടെ പാദത്തിൻ്റെ അടിയിൽ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പൂറ്റി വേദന അനുഭവപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു സംശയം നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അതായത് ഇത് എന്തുകൊണ്ടാണ് ഇന്നത്തെ ജനറേഷനെ മാത്രം ബാധിച്ചിട്ടുള്ളത്? പണ്ട് കാലങ്ങളിൽ ഇത്തര പ്രശ്നങ്ങൾ ആരും പറയാറില്ലേ? അതിൻ്റെ റീസൺസ് എന്ന് പറയുമ്പോൾ എന്താ, ഇന്നത്തെ ഒരു തലമുറ എന്ന് പറയുമ്പം എപ്പോഴും TV, മൊബൈൽ ഫോൺസ്, കമ്പ്യൂട്ടേഴ്സ് ഇതിൻ്റെ അകത്ത് അഡിക്റ്റഡ് ആണ്. അപ്പോൾ ബോഡിക്ക് ഒരിക്കലും ഒരു മൂവ്മെൻറ്റ്സ് അവിടെ കൊടുക്കുന്നില്ല. പണ്ട് കാലങ്ങളിലാണെങ്കിലോ നമ്മളൊന്ന് നടത്തം അല്ലെങ്കിൽ ഓടിച്ചാടി നമ്മുടെ ബോഡി എപ്പോഴും ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്. ശരീരം നന്നായിട്ട് വേർക്കും, നന്നായിട്ട് അധ്വാനിച്ച് ജോലി ചെയ്യുന്ന ആളുകളാണ് എല്ലാവരും പണ്ട് കാലങ്ങളിൽ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാവരും ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇന്നത്തെ ആ ഒരു മടി പിടിച്ച ലോകത്തേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ നമ്മളെ ബോഡിക്ക് എപ്പോഴും ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കുകയാണെങ്കിലും നമുക്ക് ഇത്തരം വേദനകൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഇംപ്രോപ്പർ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് എക്സസൈസ് ആണ് ഇതിൻ്റെ മറ്റൊരു കാരണമെന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചവിട്ടുന്ന ആ ഒരു സർഫസും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് വീട്ടിൽ ഗ്രാനൈറ്റ്സോ ടൈൽസ്, മാർബിൾസ് ഇത്തരം സർഫസിലൂടെ നമ്മൾ ചെരുപ്പിടാതെ നടക്കുകയാണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഉപ്പൂറ്റി വേദന അനുഭവപ്പെടാറുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ തൈറോയ്ഡ് ഹോർമോൺസിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുമ്പോൾ, അതായത് എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡിസം രോഗികളിലായാലും ഇത്തരം സിംറ്റംസ് രൂപപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഈ ഒരു പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ഇത്തരം കാരണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഉപ്പൂറ്റി വേദന വരാനുള്ള റീസൺസ് എന്ന് നമുക്ക് പറയാം. ഇനി ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. ഇതിൻ്റെ എക്സസൈസും അതേപോലെ തന്നെ ഡയറ്റും നമ്മൾ എന്തൊക്കെ ഫോളോ ചെയ്യണമെന്ന് നോക്കാം. എക്സസൈസ് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞു, ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റെസ്റ്റിംഗ് പൊസിഷനിലാണ് നമുക്ക് ഈ ഒരു വേദന അനുഭവപ്പെടുന്നത് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ബെഡിലിരിക്കുക. എന്നിട്ട് ബെഡിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ കാല് ജസ്റ്റ് ഒന്ന് താഴോട്ട് തൂക്കിയിടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പാദത്തിന് എക്സസൈസ് കൊടുക്കുക. ഇമാജിൻ ചെയ്യുക, നമ്മുടെ ലെഗ് ആണെങ്കിൽ ഇതിന് ജസ്റ്റ് ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സ് കൊടുക്കുക എപ്പോഴും. അങ്ങനെ ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ ആ മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ആവും. അതായത് ആ ഒരു കുടുങ്ങിക്കിടക്കുന്ന മസിൽസ് ഒന്ന് റിലാക്സ് ആയിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു 5 മിനിറ്റ് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ഒരു 10 വട്ടം നിങ്ങൾ ചെയ്യുക. 2 പാദങ്ങൾക്കും ഇങ്ങനെ ഒരു എക്സസൈസ് കൊടുക്കുക. രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു എക്സസൈസ് എന്ന് പറയുമ്പം നിങ്ങളുടെ പാദം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഈ ഒരു സർഫസ് ആണെങ്കിൽ നമ്മുടെ പാദം ഈ ഒരു സർഫസിൽ വെക്കുക. വെച്ചതിന് ശേഷം ഈ ഒരു ഹീൽ റീജിയൻ കുറച്ച് പിന്നോട്ടേക്ക് ആക്കി വെക്കുക, അതായത് പുറത്തേക്ക് ആക്കി വെക്കുക. എന്നിട്ട് ഈ ഹീല് നന്നായിട്ട് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സ് കൊടുക്കുക.
അല്ലെങ്കിൽ നമ്മൾ സ്റ്റെയർ കേസ് കയറുവാണെങ്കിൽ ആ സ്റ്റെയറിൻ്റെ സർഫസിൽ നിൽക്കുക. എന്നിട്ട് പാദം ജസ്റ്റ് ആ സ്റ്റെയറിൻ്റെ പുറത്തേക്കായിട്ട് വെക്കുക, സ്റ്റെപ്പിൻ്റെ പുറത്തേക്കായിട്ട് തള്ളി നിൽക്കുക, അതായത് കാഫ് റീജിയൻസ്, ഹീൽ റീജിയൻസ്. എന്നിട്ട് ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സ് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഏകദേശം ഒരു 10 വട്ടം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ നീർക്കെട്ടും അല്ലെങ്കിൽ ആ കാഫ് മസിൽസിൻ്റെ ആ ഒരു ടൈറ്റ്നെസ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളൊരു ചൂടുവെള്ളം എടുക്കുക, അതിൻ്റെ അകത്തേക്ക് റോക്ക് സാൾട്ട്, കല്ലുപ്പ് ആഡ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേദനയുള്ള ആ ഒരു ഉപ്പൂറ്റി ഭാഗം ഇറക്കി വെക്കുക. ഒരു 5 മിനിറ്റ് നിങ്ങൾ ഈ ഒരു പ്രൊസീജിയർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇരിക്കുന്ന പോസ്റ്റർ എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു സുപ്പൈൻ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഒരു ബേസിൻ്റെ അകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം എടുക്കുക, അതേപോലെ തന്നെ മറ്റൊരു ബേസിൻ്റെ അകത്തേക്ക് കുറച്ച് തണുത്ത വെള്ളം വയ്ക്കുക. എന്നിട്ട് നമ്മളെ പാദം, വേദനയുള്ള പാദം 2 വെള്ളത്തിലും മാറി മാറി വയ്ക്കാൻ ശ്രമിക്കുക. ഒരു 2 മിനിറ്റ് നമ്മൾ ചൂടുവെള്ളത്തിൽ വെക്കുക, അതേ ടൈമിൽ തന്നെ 2 മിനിറ്റ് തണുത്ത വെള്ളത്തിൽ വെക്കുക. ഇങ്ങനെ മാറി മാറി നമ്മളൊരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പം ആ നീർക്കെട്ട് അതിൽ നിന്ന് അലിഞ്ഞു പോവുകയും അല്ലെങ്കിൽ ആ നീർക്കെട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളൊരു ബോട്ടിലിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ അതൊരു ഐസ് പാക്ക് പോലെ ആവും. എന്നിട്ട് ആ ഒരു ഐസ് പാക്ക് അല്ലെങ്കിൽ അതൊരു ക്യൂബിൻ്റെ അകത്ത് വെച്ച് അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ അകത്ത് വെച്ചതിന് ശേഷം അതൊരു ക്യൂബ് പോലെയാവും, അല്ലെങ്കിൽ ഒരു ഐസ് പാക്ക് പോലെയാവും. എന്നിട്ട് നമ്മുടെ പാദത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുക. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴും ആ ഒരു നീർക്കെട്ട് കൃത്യമായിട്ട് അതിൽ നിന്ന് അലിഞ്ഞു പോവുകയും അല്ലെങ്കിൽ നീർക്കെട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പം ആ ഒരു നീർക്കെട്ടും കുറയും, അതേപോലെ തന്നെ ആ ഒരു വേദനയും ആ ഒരു ടൈറ്റ്നെസ്സും നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞു, ഈ ഒരു സർഫസും ഇതിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ നമ്മൾ നടന്നു പോകുന്ന ആ ഒരു സർഫസും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ടൈൽസോ മാർബിൾസോ ഒക്കെ ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാതെ, ഡയറക്റ്റ്ലി ചവിട്ടാതിരിക്കുക. പകരം നമ്മൾ എന്തെങ്കിലും ചപ്പൽസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. മൈക്രോ സെല്ലുലാർ റബ്ബർ ചപ്പൽസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓവർ ഹീൽസ് ആയിട്ടുള്ള ചപ്പൽസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ഷൂസൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു സിലിക്കോൺ ജെല്ല് അതിൻ്റെ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചപ്പൽസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അമിത വണ്ണുള്ള ആളുകളാണെങ്കിൽ അതാദ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. വർക്കൗട്ട് ചെയ്യുക, ബോഡി എപ്പോഴും ഹീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആ എക്സസൈസ് ഇല്ലായ്മയാണ് ഒരുവിധം രോഗങ്ങളൊക്കെ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നല്ല രീതിയിൽ ബോഡിക്ക് മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ ശ്രമിക്കുക. കൃത്യമായ അളവിൽ ഉറങ്ങാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ഫുഡ് ഐറ്റംസ് നോക്കുവാണെങ്കിൽ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിലും നമുക്ക് ഈ ജോയിൻസിനൊക്കെ വേദന അനുഭവപ്പെടാം. കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാലും ഇത്തരം പ്രശ്നങ്ങൾ രൂപപ്പെടാം. നമ്മുടെ ശരീരത്തിലെ അയൺ കുറഞ്ഞു കഴിഞ്ഞാലും ഈ ക്ഷീണവും അതേപോലെ തന്നെ ജോയിൻസിനൊക്കെ വേദന അനുഭവപ്പെടാം. അപ്പോൾ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ എപ്പോഴും ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു ബാലൻസ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. വിറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാം. പച്ചക്കറികളോ ഫ്രൂട്ട്സോ ചെറു മത്സ്യങ്ങളോ നിങ്ങൾക്ക് എടുക്കാം. ഡെയിലി എന്തെങ്കിലും ഒരു നട്ട്സ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ബദാം, വാൽനട്ട്, പിസ്ത, അതേപോലെ ഫ്രൂട്ട്സ് നോക്കുകയാണെങ്കിൽ നീർക്കെട്ടിനെ കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്സ് ഐറ്റംസ്, ഓറഞ്ചോ മൊസംബിയോ നാരങ്ങയോ നെല്ലിക്കയോ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ചെറിയ മത്സ്യങ്ങൾ എന്നും ഡെയിലി ബോയിൽ ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. ഫ്രൈ ഐറ്റംസ് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. കോക്കനട്ട് ഓയിൽ തന്നെ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ നിങ്ങളുടെ ഡയറ്റിൽ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങളൊരു ലൈഫ് പാറ്റേൺ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്